നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആ വീട്ടിൽ തടിച്ചുകൂടിയ ജനങ്ങൾക്കൊന്നും തന്നെ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രണ്ട് മക്കളെയും ഒരു അമ്മയെയും ആശ്വസിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അവിടെ മുഖ്യമന്ത്രി വി ഡി സതീശനും രാജേഷിനെ അവസാനമായി കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. തനിക്കെൻ്റെ അച്ഛനെ കാണണം സാറേ, ആ മുഖം തുണി കൊണ്ട് മറച്ചേക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ണൂർ ചെറുപുഴയിൽ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒഴുക്കിൽപ്പെട്ട മരിച്ച ആർ രാജേഷിന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് ജന്മനാട്ടിലെത്തിച്ചപ്പോൾ വീട്ടിൽ ഉയർന്നത് കണ്ടു നിന്നവരുടെ ഹൃദയം തകർക്കുന്ന രംഗങ്ങളായിരുന്നു. അലമുറയിട്ട് കരയുന്ന രാജേഷിന്റെ പിഞ്ചുമക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിതുമ്പുകയായിരുന്നു കണ്ടു നിന്ന നാട്ടുകാരും ബന്ധുക്കളും. ആ മകനാണ് ഇത് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ടായിരുന്നത്. അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയപ്പോഴും ആ നിലവിളികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കാനേ സാധിച്ചുള്ളൂ. വാക്കുകൾ കിട്ടാതെ ആ മക്കളുടെ വേദനയ്ക്ക് മുന്നിൽ അദ്ദേഹം കണ്ണീരണിയുകയായിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ജനപ്രതിനിധികളും അടക്കം നിരവധി പേരാണ് ധീരനായ രക്ഷാപ്രവർത്തകനെ അന്തിമാഞ്ജലി അർപ്പിക്കാൻ കല്ലൂരിയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ സ്വന്തം ജീവൻ ബലി കൊടുത്ത രാജേഷിന്റെ ഭൗതികദേഹം പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയായിരിക്കും സംസ്കരിക്കുക. രാജേഷിന്റെ പണി പൂർത്തിയാകാത്ത വീടിന്റെ നിർമ്മാണം സർക്കാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കുമെന്നും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി മുമ്പ് വ്യക്തമാക്കിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ റപ്പലിംഗ് ഇൻസ്ട്രക്ടർ തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ ആർ രാജേഷിനെ ഓർത്ത് സങ്കടപ്പെടുകയാണ് രാജേഷ് രക്ഷപ്പെടുത്തിയിട്ടുള്ള ആ കർഷകൻ ബെന്നി എന്ന് പറയുന്ന വ്യക്തിയും. ബെന്നിയെ രക്ഷിക്കുന്നതിനിടെയാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. കണ്ണൂർ ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളി തുരുത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജേഷ് ദുരന്തത്തിൽപ്പെടുന്നത്. കർണാടക വനത്തിലെ മുന്താരിയിൽ നിന്ന് കാനം വയലിലൂടെ ഒഴുകി പുളിങ്ങോത്തെത്തുന്ന കാര്യങ്കോട് പുഴയിൽ ഇടവരമ്പ് കാനാപീടിയയ്ക്ക് സമീപം കോച്ചേരി തുരുത്തിൽ നിന്നാണ് രാജേഷിന്റെ മൃതദേഹം കണ്ടെത്താനായത്. ഇന്നലെ പകൽ 12:45 ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്ന റാഫ്റ്റേഴ്സ് സംഘമാണ് പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ ഓടക്കാടുകൾക്കിടയിൽ മലർന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം തിരുവനന്തപുരത്തെ സ്വന്തം വസതിയിലെത്തിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് കർണാടക വനത്തിലും കൊഴിച്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഉണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും കാര്യങ്കാട് പുഴയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. കർണാടക വനത്തിനും കാര്യങ്കോട് പുഴയ്ക്കുമിടയിലുള്ള തുരുത്താണ് അവിടം. കാല് മൂടാനുള്ള വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. കാപ്പി തൈകളിൽ അടിഞ്ഞുകൂടിയ ചപ്പുചവറുകൾ നീക്കി 3 മണിയോടെ പുഴയിൽ വെള്ളം കൂടി വരാൻ തുടങ്ങുകയായിരുന്നു. മോട്ടോറും യന്ത്ര സാമഗ്രികളും പണിയായുധങ്ങളും വേഗം എടുത്തു വെച്ച് മടങ്ങാൻ വേണ്ടിയിട്ടാണ് ബെന്നി അവിടെ എത്തിയത്. പക്ഷേ കാണെ പെട്ടെന്ന് പെരുകി വരുന്ന വെള്ളം അരയ്ക്കൊപ്പമായപ്പോൾ കാര്യം കുഴപ്പമാണെന്ന് മനസ്സിലായി. 1971 മുതൽ പരിചയമുള്ളതാണ് പുഴയും പുഴയുടെ ഒഴുക്കും. വേഗം ഫോണെടുത്ത് തന്റെ ഭാര്യ ആൻസിയെ വിളിച്ച് വിവരം പറഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് അംഗം റോഷി ജോസിനെ വിളിച്ചു. പേടിക്കേണ്ട, അഗ്നിരക്ഷാ സേനയെ അയക്കാമെന്ന് പറഞ്ഞു. ഇരുവശത്തു കൂടിയും വെള്ളം കുത്തിയൊഴുകാൻ തുടങ്ങി. ശക്തമായ ഒഴുക്കിൽ കാലിടറിയതോടെ ഫോൺ തെറിച്ചുപോയി. ചെരുപ്പും പോയി. ഒഴുക്കിനെ പ്രതിരോധിക്കാൻ ഷർട്ടും ഊരിവിട്ടു. കാടുവെട്ടി യന്ത്രവും മോട്ടോറും പണിയായുധങ്ങളും സൂക്ഷിച്ചിരുന്ന ഷെഡ് അടക്കം ഒഴുകിപ്പോയി. വെള്ളം കഴുത്തറ്റമായപ്പോൾ തെങ്ങിൽ വട്ടം പിടിച്ചു നിന്നു. ദൂരെ നിന്ന് റാഫ്റ്റിൽ രാജേഷും സുഹൃത്തുക്കളും വരുന്നത് കണ്ടു. പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയ ബെന്നി എന്ന കർഷകനെ രക്ഷിക്കാനാണ് രാജേഷും കൂട്ടുകാരനും എത്തിയത്. നീന്തൽ പരിശീലകനായ രാജേഷും സുഹൃത്തുക്കളായ ഷിബിനും റാഫ്റ്റർ ജിതിനും ചേർന്ന് ജീവൻ പണയം വെച്ച് കരകവിഞ്ഞൊഴുകുന്ന പുഴ നീന്തിക്കടന്നാണ് ബെന്നിയെ രക്ഷിക്കാൻ തുരുത്തിലെത്തിയത്. എന്നാൽ തിരിച്ചു വരുന്നതിനിടെ രാജേഷ് തന്റെ കൈവശമുണ്ടായിരുന്ന ലൈഫ് ജാക്കറ്റ് കർഷകനായ ബെന്നിക്ക് നൽകുകയായിരുന്നു. ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ തിരിച്ച് പുഴ കുറുകെ കടക്കവേ കനത്തൊഴുക്കിൽപ്പെട്ട് വടത്തിൽ നിന്നുള്ള പിടിവിട്ട് രാജേഷിനെ കാണാതാവുകയായിരുന്നു. ബെന്നി മുന്നിലും ഷിബിനും ജിതിനും ഏറ്റവും പിന്നിലായി. രാജേഷും കയറിൽ തൂങ്ങി ഇക്കരയ്ക്ക് തിരിച്ചു. പക്ഷെ 40 മീറ്ററോളം വീതിയുണ്ട് പുഴയ്ക്ക്. കുത്തനെയുള്ള ഒഴുക്കും പാറകെട്ടുമാണ് പുഴയിൽ. കരയ്ക്ക് കയറി തിരിഞ്ഞു നോക്കുമ്പോഴാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. വെള്ളത്തിൽ കടുത്ത തണുപ്പിൽ ശരീരം കോച്ചി പിടിച്ചതാവാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. സ്വന്തം സുരക്ഷ നോക്കാതെ ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയ ആ ത്യാഗമാണ് ഒരു കർഷകന്റെ ജീവൻ രക്ഷിച്ചതും രാജേഷിന്റെ ജീവൻ എടുത്തതും. സാഹസികത എന്നും ഹരമായിരുന്ന രാജേഷ് മുമ്പും നിരവധി ദുരന്തമുകളിൽ സജീവമായിരുന്നു. വയനാട്ടിലടക്കം പ്രളയ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്ന് അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അഡ്വഞ്ചർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലബ്ബായ ആഡംസ് ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയാണ് രാജേഷ്. കഴിഞ്ഞ 3 മാസമായി റപ്പലിംഗ് ഇൻസ്ട്രക്ടറായി ഇടവരമ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. കായിക രംഗത്തും സജീവമായിരുന്നു രാജേഷ്. ത്രോബോളിൽ ദേശീയ ടീം അംഗം കൂടിയായിരുന്നു.
ചെറുപ്പക്കാരുടെ ആവേശമായിരുന്ന രാജേഷിന്റെ അപ്രതീക്ഷിത വിയോഗം നാടിനാകെ നികത്താനാവാത്തൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 2 വർഷം മുമ്പ് രാജേഷിന്റെ ഇളയ സഹോദരൻ രഞ്ജിത്തും ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചിരുന്നു. ആ വലിയ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കുടുംബം കരകയറി വരുന്നതിനിടെയാണ് നാടിനാകെ കണ്ണീരിലാഴ്ത്തി അടുത്ത ദുരന്തവും എത്തുന്നത്. കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജശേഖരന്റെയും ഗീതയുടെയും മകനാണ് രാജേഷ്. ഷാഫിയാണ് ഭാര്യ. ആർഷൻ, അഭിഷേക് എന്നീ 2 വിദ്യാർത്ഥികളായ മക്കളും ആശ എന്ന സഹോദരിയും അടങ്ങുന്നതാണ് രാജേഷിന്റെ കുടുംബം. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന രാജേഷിന്റെ മരണത്തിൽ സർക്കാരിന്റെയും നാടിന്റെയും പൂർണ്ണ പിന്തുണയുണ്ടാകും. രാജേഷും കൂട്ടുകാരും വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് തനിക്കായി തിരച്ചിൽ നടത്തേണ്ടി വരുമായിരുന്നു എന്നാണ് 61കാരനായ ബെന്നി പറഞ്ഞിരുന്നത്. തനിക്ക് എന്തെങ്കിലും പറ്റിയാലും സാരമില്ലായിരുന്നു, തന്നെ രക്ഷിക്കാൻ രാജേഷ് വരേണ്ടിയില്ലായിരുന്നു എന്നാണ് ബെന്നി പരിതപിക്കുന്നത്. ഏതായാലും സർക്കാർ ആ കുടുംബത്തിന് വീടില്ല, സ്വന്തമായിട്ടില്ല. വീട് വെച്ചു കൊടുക്കുന്ന കാര്യങ്ങളടക്കം സർക്കാർ ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മളൊക്കെ തന്നെ അപകടത്തിൽപ്പെടുമ്പോൾ ഇവർ അവരുടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനായിട്ട് അവിടെ എത്തുന്നതും ഒരുപക്ഷെ അവരുടെ ജീവൻ പണയപ്പെടുത്തി നമ്മളെ രക്ഷിക്കുന്നതും. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം കേരളം കടന്നു പോകുന്നത് അതിശക്തമായിട്ടുള്ള മഴയാണ്. അപകടം നടക്കുന്ന മേഖലകളിൽ നിന്ന് വളരെ വേഗത്തിൽ ഒരു അപകടം അലേർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി താമസിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യാൻ ശ്രമിക്കേണ്ടത്.